ഗുരുവിനെ കണ്ടുകൊണ്ടേക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ശാന്തിഗിരി പോത്തൻകോട്. അവിടെ വെച്ച് ഞാൻ ഗുരുവിനെ കണ്ടു. ഗുരുവിനെ കാണുക എന്ന് വെച്ചാൽ, കാണൽ എന്ന് വെച്ചാൽ ഉൾക്കാഴ്ചകളാണ്. ഞാൻ കണ്ടു. പക്ഷേ നമ്മുടെ സാറിനറിയാം ഇല്ല സർ, കണ്ടു. സാറ് സാക്ഷിയാണ്, സാക്ഷി വേണം, ഏതൊരു സാക്ഷിയാണ്. സാറ് സാക്ഷിയാണ്, ഞാൻ കണ്ടു. അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ പറയാം. അത് ഒരു ഫിസിക്കൽ ഫോമിലല്ല. നൗ ഞാൻ എൻ്റെ ഗുരുവിനെ ഞാൻ ഫിസിക്കൽ ഫോമിൽ കാണുകയാണ്. സാക്ഷാൽ എൻ്റെ ദേശീയ മാഷ് എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഇവിടെ നിർത്തിയത്, എന്നെ നിങ്ങളോട് സംസാരിക്കാൻ ധൈര്യം തന്നത്, നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ആത്മവിശ്വാസത്തോടെ മൈൻഡ്ഫുൾനെസ്സോടുകൂടി എന്നെ ഇവിടെ നിർത്തിയതിന് കാരണമാക്കിയിരിക്കുന്ന സാക്ഷാൽ ഗുരു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെയും കൂടി ഗുരുവാണ്. കാരണം ആയിരക്കണക്കിന് പേരെ വെളിച്ചം നൽകിയ, ഒരുപാട് പേരെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആക്കി മാറ്റിയ മഹാഗുരുവാണ് എൻ്റെ മുമ്പിൽ പ്രതിനിധിക്കുന്നത്. അത് നിങ്ങളുടെ പാലക്കാട്ടുകാരൻ കൂടിയാണ്. ഒരു നല്ല കയ്യിൽ കൊടുക്കണം. അദ്ദേഹം എന്നെ നന്നാക്കാൻ ശ്രമിച്ചു, ഡോക്ടറെ ആക്കാൻ ശ്രമിച്ചു. ഞാൻ ഡോക്ടർ ആയില്ല, എനിക്ക് ഏതിന് മുമ്പിൽ ഡോക്ടർ കിട്ടുകയും ചെയ്തു. സോ വളരെ ബഹുമാനത്തോടെ ഞാൻ അദ്ദേഹത്തെ നിങ്ങളെല്ലാവർക്കും വേണ്ടി നമ്മുടെ കരുണാകര ഗുരുവിൻ്റെ ഒക്കെ സ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് എണീറ്റ് നിന്ന് ഒന്ന് കയ്യടിയോടുകൂടി ഗുരുവിന് കയ്യടി മൈൽഡായിട്ട് എല്ലാവരും പ്ലീസ്. രണ്ട് വാക്കറിയുന്നു വേണ്ടി പ്രകാശമായ ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അപ്പൊ വെറുതെ ബർത്ത്ഡേ പോയല്ലോ, ബർത്ത്ഡേ മാത്രം ആഘോഷിച്ച് പാപത്തിന് സന്തോഷം കിട്ടില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം അദ്ദേഹത്തോട് പങ്കുവയ്ക്കാം. നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വ്യാധികൾ, ആദികൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഒരു പ്രകാശ വലയം നിങ്ങളെ ആകർഷണം ചെയ്യും. നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് നിങ്ങളുടെ ആവശ്യമെല്ലാം സാവധാനം. പ്രകാശം മാത്രം പോരാ, അതിനുശേഷം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിറമുള്ളതാക്കി മാറ്റും, നമുക്ക് കളർഫുൾ ആക്കി മാറ്റാം. ഇറ്റ്സ് മാജിക്, ലിറ്റിൽ മാജിക്. ഇതൊക്കെ ഒരു സന്തോഷം എടുത്തിരുന്നതാണ്. ചെറിയൊരു മാജിക്കിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. പ്രകാശമായ മാത്രമല്ല, നിങ്ങൾ ശാന്തിരി പോയോ, അവിടെ താമരമുണ്ട്, ഒരുപാട് റെപ്രസെന്റേഷൻ ആകാശത്തെ സൂചിപ്പിക്കും. നിങ്ങളുടെ ആയുർവേദ ഡോക്ടർമാരാണ്, പഞ്ചഭൂതമാണ്, സൂചിജലം, അഗ്നി, വായു, ആകാശം, സോ ഈ കപ്പത്തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇതുപോലെ പൂമ്പാലിനെ പോലെ അല്ലെങ്കിൽ അപ്പനാടി പോലെ നിരവധി പ്രകാശങ്ങൾ, പൂക്കളും നമ്മൾ ചുറ്റുകയാണ്. ജീവിതത്തെ മുഴുവനും അങ്ങനെയാണ്. നോക്കി, ഇതൊരു മാജിക്കാണ്. യഥാർത്ഥ മാജിക് നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, കുട്ടിയുടെ ബർത്ത്ഡേ കണ്ടില്ലേ? അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കോൺഷ്യസ് സബ് കോൺഷ്യസിലേക്ക് വിത്ത് ബ്ലെസ്സിങ്സ് ഓഫ് അവർ ഗുരു, എന്റെ ഗുരു, നിങ്ങളുടെ ഗുരു, അതിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ്. ഞങ്ങൾ വിസിലാക്കുവാണ്. ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ, ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസമാണ്. ഒന്നാമത്തെ ദിവസം ഏതായിരിക്കും? ഏറ്റവും മനോഹരമായ ദിവസം നമ്മൾ ജനിച്ച ദിവസമാണ്, അല്ലേ? സോ നൗ ദ സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസമാണ്. നമ്മൾ തിരിച്ചറിയുന്നതാണ്. അങ്ങനെ തിരിച്ചറിയുന്നവരാണ് ബുദ്ധനും ഗാന്ധിജിയും കരുണാകരനും ഒക്കെ തിരിച്ചറിഞ്ഞവരാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, ജീവിതത്തിൽ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ പലതും നമുക്ക് കാണാൻ കഴിയും. സെഷൻ ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.